ഒരാള് മനസ്സ് കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് അവിടത്തേക്ക് വരാൻ കൊതിയുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ രാവിൽ സ്വലാത്തുകൾ ചൊല്ലിപ്പോയ അല്ലാഹുവേ ആ മനുഷ്യനെ അല്ലാഹു തട്ടിക്കളയൂല. അതുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാറുള്ള രാവുകളായത്. ഒരുപാട് നേരം നിങ്ങളോടൊന്ന് വഅദ് പറയൂല. ഇൻഷാ അല്ലാഹ് ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദുനിയാവിന്റെ പുറത്തും നീ എപ്പോഴാണ്, ഏത് സമയത്താണ്, എവിടെ വെച്ചാണ് പിരിയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബഗ്ദാദിന്റെ മണ്ണിൽ ഉമ്മാന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പറയുന്ന, ഉമ്മ ഞാനൊന്നൊരു വഴി യാത്ര പോയിട്ട് വരാ, എന്റെ ഉമ്മാക്ക് എന്ത് വേണോ ഞാൻ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കുരുന്നുമകൻ ഉമ്മാന്റെ കവിളത്ത് തുരുതുരാ മുത്തം കൊടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട ഉപ്പ ചെറുപ്പത്തിലെ വിട പറഞ്ഞു പോയതാണ്. ആ പൊന്നുമകനെ നല്ലതുപോലെ കുളിപ്പിച്ചത്, ആ പൊന്നുമകനെ ഒരുക്കിയത്, ആ പൊന്നുമകനെ വളർത്തിയത് അയൽവക്കത്തുള്ള വീടുകളിൽ പോയിട്ട് ഒരുപാട് പാടുപെട്ടിട്ടാ. അങ്ങനെ ഉള്ളവരും നമ്മുടെ നാടുകളിൽ ഉണ്ടല്ലോ. ഒരുപാട് വേദനകളില് ഭർത്താവ് വിട പറഞ്ഞു പോയിട്ട് സങ്കടത്തിൽ കഴിയുന്ന പാവപ്പെട്ട പെങ്ങന്മാര് എന്ത് ജോലി കിട്ടിയാലും അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് മക്കളെ പട്ടിണിയിടാതെ നോക്കാറുണ്ടല്ലോ. അവർ കൂലിപ്പണിക്ക് വേണോ, പാറ ചുമക്കണോ, മണ്ണ് ചുമക്കണോ, തയ്ക്കണോ, എന്ത് വേണോ അതിനൊക്കെ ഉമ്മമാര് മക്കളെ നോക്കാ മുന്നോട്ട് കടന്നു വരുമല്ലോ. എന്തിനേറെ വേറെ ഒരു കല്യാണം പോലും കഴിക്കാതെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ട്. എന്നാൽ അവിടെ നിന്ന് പൊന്നുമകന്റെ 21 വയസ്സ് വരെ ഈ ഉമ്മ മകനെ പോറ്റി വളർത്തുകയാണ്. അയൽവക്കത്തുള്ള വീട്ടിൽ പോയിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം ഉമ്മ കഴിക്കാതെ പാതിരാത്രിയിൽ പൊന്നുമകനിക്കങ്ങ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഉമ്മാന്റെ അടുക്കൽ യാത്ര ചോദിച്ചിട്ട് ഈ പ്രിയപ്പെട്ട പൊന്നുമകൻ കടന്നു പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടല്ലോ, എനിക്ക് ഒരു ദിവസം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല, നിന്റെ മുഖം എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല, നിന്റെ വർത്തമാനം എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പെട്ടെന്ന് വരുവോ? അങ്ങനെ യഥാ ചെറുപ്പക്കാർ ഉമ്മാന്റെ കവിളത്ത് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. അങ്ങനെ മുത്തം കൊടുത്തിട്ട് പൊന്നുമകനവിടന്ന് ഇറങ്ങിപ്പോകുമ്പോ വീണ്ടും ഓടി വന്നിട്ട് ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുക്കുകയാ. ആ സമയത്ത് മകൻ പറഞ്ഞു, ഉമ്മ ഞാനൊന്ന് യാത്ര പോയി വരട്ടെ ഉമ്മ, എന്റെ ഉമ്മ നല്ലതുപോലെ ഇരിക്കണം, എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കണേ, എന്റെ ഉമ്മ വെള്ളം കുടിക്കണേ, നല്ലതുപോലെ ഉറങ്ങണേ ഉമ്മ, എന്റെ ഉമ്മാന്റെ ശരീരത്ത് ഒരു അല്ലാഹുവേ ഒരു രോഗം വരുന്ന എനിക്ക് ഇഷ്ടപ്പെടൂല ഉമ്മ എന്ന് പറഞ്ഞിട്ട് മകൻ അവിടെ നിന്ന് യാത്ര പോവുകയാണ്. 17ാമത്തെ ദിവസം കഴിയുമ്പോ മകന്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നല് പോലെ ഒന്ന് വീട്ടിലേക്ക് പോകാ. അന്ന് രാത്രിയില് മകൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഒരു കിനാവ് കാണുകയാണ്. എന്താണ് കിനാവെന്നറിയോ? തന്റെ വീട്ടിന്റെ മുറ്റിൽ നിന്ന്, തന്റെ വീടിന്റെ മുറ്റത്തിൽ നിന്ന് ആരുടെയോ മയ്യത്ത് വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന, വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന കിനാവ് കാണുകയോ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ ഖൽബ് പിടയുകയാണ്, മനസ്സങ്ങ് തേങ്ങുകയാണ്. ഇതാരുടെയാണ് പടച്ചവനെ, അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാ. അവിടെ വഴിദൂരത്തേക്ക് അവിടെ ഒരുപാട് കടക്കാനുണ്ട്. യാത്ര ചെയ്യുന്ന രാത്രിയിൽ തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഉമ്മാന്റെ കിനാവാ.
അല്ലാഹുവേ ഉമ്മയുടെ ഓർമ്മകളാ മൂടിയില്ലേ ഇമകല്ലാരാലോ യാ റബ്ബേ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും അല്ലാവേ കാര്യം ചെയ്യാലോ മൂടിയില്ലേ ഇമകല്ലാരായോ യാ റബ്ബേ ദേഹം പോയല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലോ ഉള്ളാലേ ഉള്ളിൻ്റുള്ളാലേ പടച്ചവനെ ഉമ്മാന്റെ കിനാവ് പൊന്നുമോന്റെ കിനാവിൽ ഇങ്ങനെ വരികയാണ് അതാ നടക്കുമ്പോഴൊക്കെ എന്റെ ഉമ്മാക്കൊന്നും വരല്ലേ അല്ലാ കണ്ടു കൊതി തീർന്നിട്ടില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സുബഹിന്റെ ടൈമാകുമ്പോ വീടിന്റെ ചാരയെത്തുമ്പോ പടച്ചവനെ അവിടെ ആരൊക്കെയോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതുകയാ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖർയത്തി ഇദ് ജാഅൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഇത്നൈനി ഫകذبوهما ഫഅസ്സസ്നാ ബിതാലിത് ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്നിങ്ങനെ തുടങ്ങി വന്നിട്ട് സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ പടച്ചവനെ ഖുർആനിന്റെ മന്ത്രം ഇങ്ങനെ കേൾക്കുകയാണ് വീട്ടിലേക്കൊന്ന് കടക്കാൻ മടിയായി ആരാണ് റബ്ബേ വീട്ടിന്റെ ഉള്ളില് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ ഉമ്മയുണ്ടായിരുന്നല്ലോ എന്റെ ഉമ്മയുടെ ജേഷ്ഠത്തി വയസ്സായവരാണ് ഇനി അവരെക്കാളും മരണപ്പെട്ടു പോയോ ഇനി അവരെങ്കാണം മരണപ്പെട്ടു പോയോ എന്ന് പറഞ്ഞിട്ട് വേദനയോട് ഓടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് ചെല്ലുമ്പോ ഒരു വെള്ള തുണിയിൽ പുതച്ച് കിടക്കുന്നുമ്മതൻ ചുറ്റും ഇരുന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുകയാണല്ലോ ഒരു വെള്ള പൊതിയിൽ പുതച്ചു കിടക്കുന്നുമ്മതൻ ചുറ്റും ഇരുന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുകയാണല്ലോ പടച്ചവനേ ഉമ്മ ഞാൻ വരുമ്പോഴെന്റെ ഉമ്മാക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞ എന്റെ ഉമ്മ ഞാൻ മരിച്ചാലും എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോയ മകനാ തിരിച്ചു വന്നിട്ട് ഉമ്മാന്റെ മുഖത്തുള്ള വെള്ളത്തുണിയങ്ങ് മാറ്റുമ്പോ ഖൽബ് പിടഞ്ഞു പോവുകയാണ് മനസ്സ് പൊട്ടിപ്പോവുകയാണ് അല്ലാഹുവേ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ നെറ്റിത്തടത്തിൽ പുഞ്ചിരിച്ചിട്ട് മുത്തം തന്നു പോയ എന്റെ ഉമ്മയാണല്ലോ റബ്ബേ ഇന്നതാ ചലനമറ്റ് കിടക്കുകയോ ഉമ്മാന്റെ അരികത്തേക്കൊന്ന് കടന്നിരിക്കുകയാണ് ചെറുപ്പക്കാരോ ഉമ്മയുടെ ആ മയ്യത്തിന്റെ അരികത്തിരിക്കുന്നുണ്ട് ഉമ്മാന്റെ മുഖത്തുള്ള വെള്ളത്തുണി മാറ്റുന്നുണ്ട് ആ പൂമുഖത്തേക്ക് നോക്കിയിട്ട് മകൻ പറയോ ഉമ്മാന്റെ പൊന്നു മോന ഉമ്മ കടന്നു വന്നത് ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ അവസാനം അവിടുന്ന് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് പൊന്നുമകനും കൂടെ ഉമ്മാന്റെ മയ്യത്തെടുക്കുമ്പോ ഈ പൊന്നുമകന്റെ കവിളത്തിലൂടെ കണ്ണുനീര് ഇറ്റി വീഴുകയാണ് പടച്ചവനെ എന്നെ എത്ര എടുത്ത ഉമ്മയാണ് റബ്ബേ എന്നെ എത്ര ചുമന്ന എന്റെ ഉമ്മയാണ് പടച്ചവനെ എന്നെ എത്ര കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മകൻ അവിടുന്ന് കരയുകയാണ് ഖൽബ് പൊട്ടിയിട്ട് കരയുകയാണ് ഉമ്മാനെ കുളിപ്പിക്കുമ്പോ മറയുടെ ഒരു ഭാഗത്ത് കടന്നിരിക്കുന്നുണ്ട് രണ്ട് മുട്ടുകുത്തിയിരുന്നിട്ട് മകൻ കരയുകയാണ് മയ്യത്ത് കുളിപ്പിച്ച് കഴിയുമ്പോ ഓടി വരുന്നുണ്ട് ഉമ്മാന്റെ ജനാസ രണ്ട് കൈ കൊണ്ട് വേടിക്കുകയാണല്ലോ ആ രണ്ട് കൈ കൊണ്ട് ജനാസ വേടിച്ചു കൊണ്ടുവന്ന് വീടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ഉമ്മാന്റെ മയ്യത്ത് പൊതിയുകയാണല്ലോ പടച്ചവനെ കാല് കെട്ടുകയാ കൈ
കൈകെട്ടുകയാ, ശരീരത്തിന്റെ ഓരോ ഭാഗം കെട്ടുകയാണ്. അവസാനം ഉമ്മയുടെ തലഭാഗം പൊതിയാൻ വരുമ്പോ തലഭാഗത്തിരുന്ന് പൊതിയുന്നവരോട് പറയാ, ഒന്ന് നിൽക്കാമോ, ഇതെന്റെ ഉമ്മയാ, എനിക്കൊരുപാട് സ്നേഹം തന്നവരല്ലേ, എനിക്കൊരുപാട് സന്തോഷം തന്നവരല്ലേ, എനിക്കൊരുപാട് മാധുര്യം തന്നവരല്ലേ. ആ ഉമ്മയുടെ പൂമുഖത്ത് ഒരല്പനേരം കൂടെ നോക്കിയിരിക്കാൻ ഈ പൊന്നുമകനിക്ക് അവസരം തരാമോ എന്ന് പറഞ്ഞിട്ട് അവസാന ഉമ്മാന്റെ പൂമുഖത്ത് തുരുതുരാമുത്തം കൊടുത്തിട്ട് പൊട്ടിക്കറിയുകയാ, ഉമ്മാന്റെ മയ്യത്ത് പൊതിയുകയാണ്. അവിടെ എല്ലാവരുടെയും കൂട്ടത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. ആദ്യം ഓടി വന്ന ഉമ്മാന്റെ മയ്യത്ത് കൊണ്ട് നടക്കുമ്പോ ഉമ്മ, അല്ലാഹുവേ, ഉമ്മയുടെ മയ്യത്തിന്റെ ഒരു കാലിൽ പിടിക്കുകയാ, പെട്ടെന്ന് വന്ന് ബാക്കിൽ പിടിക്കുകയാ, പിന്നെ ഇടതുഭാഗത്ത് പിടിക്കുകയാ, അങ്ങനെ 4 കാലിലും മാറി മാറി പിടിക്കുന്നുണ്ട്. ആളുകൾ ചോദിച്ചു, മോനെ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഉമ്മ എന്നെ എത്ര സ്നേഹിച്ചെന്നറിയോ? എനിക്ക് ഒറ്റക്കെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, പള്ളിപ്പറമ്പിന്റെ ഉള്ളില് എന്റെ ഉമ്മാന്റെ ജനാസ ഒറ്റക്ക് കൊണ്ടുവന്നിട്ട് കബറടക്കാൻ ഞാൻ സന്നദ്ധനാട് എന്നിവിടന്ന് പറയുകയാണല്ലോ. അവസാനം കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുകയാ, മകൻ അവിടന്ന് കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ, ഫാത്തിഹ ഓതുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ വഅക്രിം നുസുലഹാ വവസ്സിഉ മദ്ഖലഹാ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോഴും അല്ലാഹുമ്മ ഗഫിർ ലഹാ, പടച്ചോനെ എന്റെ ഉമ്മക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ എന്ന് പറയുമ്പോ മയ്യത്ത് നിസ്കാരത്തില് പൊന്നുമകന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീര് ഇറ്റി വീഴുമ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരോടാ ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വാപ്പ മരണപ്പെട്ട പള്ളിയിലെ ഉസ്താദിനോടല്ല മോനെ നിസ്കരിക്കാൻ പറയാനുള്ളത്. നിങ്ങളുടെ വാപ്പ മരണപ്പെട്ട, ഉമ്മ മരണപ്പെട്ട പള്ളിയിലെ ഉസ്താദ് ചോദിക്കാൻ ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കാനുണ്ടോ? ഇല്ല ഉസ്താദ് നിസ്കരിച്ചോ എന്ന് പറയുന്ന മക്കളുടെ കാലഘട്ടമാ. മോനെ നീയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കൈകെട്ടുമ്പോ കിൽത്താൻ ദ്വീപിന്റെ പള്ളിയുടെ ഉള്ളില് ഉമ്മാന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ, ബാപ്പയുടെ മയ്യത്ത് കൊണ്ട് വന്ന് വെക്കുമ്പോ അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ ഈ കിടക്കുന്ന എന്റെ ഉപ്പയാ റബ്ബേ, എന്റെ ജീവന്റെ ജീവനാ റബ്ബേ, എന്നെ ചുമന്നവരാ റബ്ബേ, നമുക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടവരാണ് റബ്ബേ. ഇന്നലെ വരെ മക്കളുണ്ടായിരുന്നു, ഇന്നലെ വരെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, ഇന്നാറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പ തനിച്ചു പോകാ. അല്ലാഹുവേ, ഒരാളും സഹായത്തിനില്ലല്ലോ റബ്ബേ, നിന്റെ സഹായം ഉണ്ടാകണയല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്ന എത്ര ചെറുപ്പക്കാരാ നമ്മുടെ നാട്ടിലുള്ളത്. മോനെ, സമയം ഒരുപാട് വൈകിപ്പോയടാ ചെറുപ്പക്കാരാ. എന്തിനാ നമുക്കൊരു നാണക്കേട്, എന്തിനാ നമുക്കൊരു നാണക്കേട്? മയ്യത്ത് കുളിയൊന്ന് പഠിച്ചൂടെ, മയ്യത്ത് നിസ്കാരമൊന്ന് പഠിച്ചൂടെ? അത് പഠിച്ചാ നിനക്ക് സന്തോഷമാണ്. ഏതായാലും എത്രത്തോളം കാഠിന്യ മനസ്സുള്ള മോനാണെങ്കിലും ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട്, പാപ്പയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടൊന്ന് കരയുമ്പോ അല്ല പൊറുക്കാതിരിക്കുവോ? അല്ല പൊറുക്കാതെ ഇരിക്കുവോ? അതുകൊണ്ട് അതിലേക്കൊന്ന് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുപ്പക്കാരൻ ജനാസ അവിടെ നിന്ന് ചുമക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ട് ഉമ്മാനെ കൊണ്ടുവെക്കാൻ എവിടെ? 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് ഉമ്മാനെ കൊണ്ടുവെക്കാൻ പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിലങ്ങിറങ്ങുമ്പോ
അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. പടച്ചവനെ, ഇന്നലെ വരെ നല്ല ഒരു റൂമിൽ കിടന്ന ഉമ്മയാണ്. എന്റെ ഉമ്മക്ക് നല്ല വൃത്തിയുള്ള റൂം ഒരുക്കിയതാണ്, വിശാലമായ റൂം ഒരുക്കിയതാണ്. ഇത് എന്ത് ഇടുക്കമാണ് റബ്ബേ. പടച്ചവനെ, ഓരോ പലക വെക്കുമ്പോഴും ഓരോ കല്ല് വെക്കുമ്പോഴും ഇരുള് കൂടി കൂടി വരികയാണല്ലോ റബ്ബേ. അല്ലാഹുവേ, ഹൃദയം പിടയുകയാണല്ലോ, ഖൽബ് പിടയുകയാണല്ലോ, മനസ്സ് പൊട്ടുകയാണല്ലോ, മനസ്സ് വേദനിക്കുകയാണല്ലോ. ഉമ്മാനെ അവിടുന്ന് ഖബറിടത്തിലേക്ക് വെച്ചിട്ട് ഉമ്മാന്റെ മുഖത്തുള്ള തുണി ഒരൽപ്പമൊന്ന് മാറ്റുകയാണ്. ആ പൂമുഖത്തേക്ക് നോക്കുമ്പോ പൊന്നുമകന്റെ കണ്ണുനീര് ഇറ്റി ഇറ്റി അങ്ങ് താഴേക്ക് വീഴുമ്പോ ആളുകൾ പറഞ്ഞു, കയറുമോനെ. ഉമ്മാനെ കൊണ്ടുവന്ന് ഖബറടക്കിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൽ ഉഖറാ എന്ന് പറഞ്ഞ് പിടിമണ്ണങ്ങ് വാരിയെറിയുമ്പോ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. ചരിത്രം സുദീർഘമോ, ഞാൻ ചുരുക്കി പറയട്ടെ. അവസാനം വീട്ടിലിരുന്ന് കൊണ്ട് കരയുമ്പോ ഒരാൾ ചോദിച്ചെന്തിനാടാ കരയുന്നത്? ഇന്നലെ വരെ എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ ഉമ്മയുണ്ടായിരുന്നല്ലോ, ഇന്നെന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 3 ദിവസമാണ്. വീടിന്റെ ഏത് കോണിൽ നോക്കിയാലും ഏത് മൂലയിൽ നോക്കിയാലും മോനേന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് എന്റെ കാതിൽ വരുന്നത്. എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നത് പോലെ, പൊന്നുമോനേന്ന് വിളിക്കുന്നത് പോലെ ആ ഒരു തോന്നൽ എന്റെ ഖൽബീന്ന് മാറിയിട്ടില്ലല്ലോ. പല പ്രാവശ്യവും ഉമ്മ ഭക്ഷണം വെക്കുന്ന ഭാഗത്ത് പോകുമ്പോ അവിടെ എന്റെ ഉമ്മയില്ലല്ലോ. ഞാൻ പുറത്തു പോകുമ്പോ യാത്ര പറയാ, എന്റെ ഉമ്മയില്ലല്ലോ. അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാ, ഇന്ന് കാണുന്നവരെ നാളെ കാണൂല്ല, നാളെ കാണുന്നവര് അടുത്ത സെക്കൻഡിൽ കാണൂല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ അമല് ചെയ്തോ, നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോ, അല്ലാഹുവിലേക്കും അടുത്തുകൊണ്ട് വന്നോ. എന്നാ നിനക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്തിനാ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ ചരിത്രം ആദ്യം പറയുമെന്ന്. ഇതെല്ലാവർക്കും വരാനുള്ള ഒരു അവസ്ഥയാണ്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് വാള് പറയുന്ന ഷമീർ ദാരിമി മരണപ്പെട്ടു എന്ന് കേട്ട 20 ദിവസം അവിടെ വാള് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോ ഏതായാലും നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവും, പടച്ചോനെ അദ്ദേഹം എത്ര ദിവസം ഇവിടെ നിന്നിട്ട് വാള് പറഞ്ഞു അല്ലേ. ഏതായാലും നമുക്കുണ്ട്, ഇനി നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ട പടച്ചോനെ മൂപ്പര് ഇത്ര പെട്ടെന്ന് പോയോ, ഇത്ര പെട്ടെന്ന് എന്തിന്? എന്റെ വീടിന്റെ അടുത്ത് അവിടുത്തെ ഒരു കോളേജ് ഉണ്ട്, ഇപ്പൊ ദാറുൽ ഇർഷാദ്. ആ കോളേജിന്റെ കാര്യങ്ങൾ ഞാൻ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ ഒരാൾ ഫസൽ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ഉഷാറാക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഉസ്താദെ അന്ന് നമ്മൾ സംസാരിച്ച അദ്ദേഹമല്ലേ രാവിലെ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അല്ലാഹു തആല ഖബറുടെ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, അല്ലാഹു ഖബറുടെ സ്വർഗ്ഗാക്കട്ടെ. എന്നോട് പറഞ്ഞു, ഉസ്താദെ വന്നിട്ട് കാണാൻ. ഇനി കാണാൻ പറ്റുമോ? ഇനി കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, ഇല്ലേ? അലിഫിന്റെ പൊരുളായ നാഥൻ അല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥൻ അല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. അലിഫിന്റെ പൊരുളായ നാഥൻ അല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ.
കാരുണ്യപ്പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പടച്ചവന്റെ കാരുണ്യമാണ് വേണ്ടുന്നത്. എപ്പോഴും ചോദിക്കണം ബാപ്പാ, അല്ലാഹു ഗഫൂറുർ റഹീമാണ് ബാപ്പാ. പടച്ചവനെ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് ആത്മാവ് പിടിക്കുന്നതിന്റെ മുമ്പ്, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന്റെ മുമ്പ്, അതാ രണ്ട് കാലുകൾ കൂടിപ്പിണയുന്നതിന്റെ മുമ്പ്, മലവും മൂത്രവും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹുവോട് കരഞ്ഞിട്ട് ചോദിച്ചോ, പടച്ചവനെ ജീവിതത്തില് പ്രായപൂർത്തിയായ സമയം മുതൽ ഒരുപാട് പാപത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ കടന്നു പോയിട്ടുണ്ട് റബ്ബേ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം എന്റെ സഹോദരങ്ങള്. അതുകൊണ്ടാണ് അവിടുന്ന് ഓർമ്മിക്കാൻ ഞാനെന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ന് വഅദ് പറയുന്ന ഞാനായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ വാപ്പമാരായാലും വഴിയോരത്ത് നിന്നുകൊണ്ട് എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന അല്ലാഹുവേ യുവത്തക്കാരായാലും പോരേ, നിനക്കൊരവസ്ഥ വരായിരിക്കുകയാ, നിനക്കൊരവസ്ഥ വരായിരിക്കുകയാണ്, എനിക്കും ഒരവസ്ഥ വരായിരിക്കുകയാണ്. അത് ഏതാണ് ആ ഒരവസ്ഥ എന്നറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മാലാഖമാരാണ്, പടച്ചവന്റെ മാലാഖമാര് കടന്നു വരികയാ. ഇന്ന് ഏതൊരാൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ പടച്ചവനെ ഒരു മലക്കല്ലല്ലോ അവന്റെ മുമ്പിൽ വരുന്നത്, രണ്ട് മലക്കല്ലല്ലോ റൂഹ് പിടിക്കാൻ വരുന്നത്, മൂന്ന് മലക്കല്ലല്ലോ റൂഹ് പിടിക്കാൻ വരുന്നത്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ 70,000 മാലാഖമാര് കടന്നു വരുന്നുണ്ട്. നിസാരം ഈ പോണ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഇവിടെ ഇരിക്കുന്നവരെ ഇതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരികയാണ്. നല്ല ഒരു സന്തോഷം നിങ്ങൾ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ ഇടണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ 70,000 മാലാഖമാര് വരും. നിങ്ങളുടെ ഖൽബ് പൊട്ടണേ, എന്റെ ഉമ്മമാരെ കാത് കൊടുക്കണേ, മനസ്സ് കൊടുത്തൊന്ന് കേൾക്കണേ. ഒരു സെക്ഷൻ മാലാഖമാര് കാലിന്റെ തള്ളവരലിന്റെ അടുക്കലേക്ക് വരികയാ. നിങ്ങൾക്കറിയുമല്ലോ, കാലിന്റെ നഖമൊന്ന് പഴുത്തുപോയാ ഏറ്റവും കൂടുതൽ വേദന കടന്നു വരുന്നത് നമ്മുടെ ഉച്ചിയിലേക്ക് അതിന്റെ വേദന കടന്നു വരുമല്ലോ. മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മാലാഖമാര് കാലിന്റെ തള്ളവരളീന്ന് റൂഹ് പിടിക്കുകയാണ്. സഹിക്കൂല റബ്ബേ, പടച്ചവനെ വേദന കൊണ്ട് പിടയുകയോ, വേദന കൊണ്ട് പിടയുകയാണ്. ആ മാലാഖമാര് കാലിന്റെ മുട്ടുഭാഗം വരെ കടന്നിരിക്കുകയാണ്. അടുത്ത മാലാഖമാര് നിങ്ങളുടെ കാലിന്റെ മുട്ടുഭാഗത്തേക്ക് ഇടിച്ചിറങ്ങുകയാണ്. അവിടെ മുതൽ ശരീരത്തിന്റെ മജ്ജകളും മാംസങ്ങളും സെല്ലുകളും എല്ലാം അവിടെ നിന്ന് വലിച്ചു മുറുക്കുകയാ, ഞരമ്പുകൾ പിച്ച് ചീന്തുകയാ. അരഭാഗം വരെ കൊണ്ടുവെക്കുന്നു. അരഭാഗത്തുനിന്ന് ആ മാലാഖമാര് മാറുകയാണ്. ഇനി അടുത്ത സെക്ഷൻ മാലാഖമാര് അരഭാഗത്തേക്കൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ, ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളും വലിച്ചു ചുരുട്ടിപ്പിടിക്കുകയാണ്. ഏതുവരെ കൊണ്ടുവരുമെന്നറിയോ? റൂഹദാ തൊണ്ടക്കുഴി വരെ കൊണ്ടുവരികയാണ്. ഇനി ഉള്ളതോ അത് മലക്കുൽ മൗത്തിന്റെ ജോലിയാണ്, മലക്കുൽ മൗത്തിന്റെ ജോലിയാണ്. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന്, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വലിച്ചു ഊരുകയാണ്. ഒന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റോ? മക്കളെ വിളിക്കാൻ പറ്റോ? ഭാര്യയെ വിളിക്കാൻ പറ്റോ? സഹോദരങ്ങളെ വിളിക്കാൻ പറ്റുമോ? കൂട്ടുകുടുംബാദികളെ വിളിക്കാൻ പറ്റോ? ഒരാളെ പോലും നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിലേക്കൊന്ന് കടന്നു വരുമ്പോ മനുഷ്യ നമ്മളെ വിളിച്ചു പറയുന്നത് ഖുർആൻ തന്നെ പറയാ, കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്
والتفت الساق بالساق إلى ربك يومئذ المساق. ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് റൂഹ് പിടിച്ചു വലിക്കുമ്പോ വലത്തെ കാൽ ഇടത്തെ കാലിനോട് സലാം പറയാ, അസ്സലാമു അലൈക്കും, ഞാൻ പോവുകയാണ് കേട്ടോ, നമുക്കൊരുമിച്ച് കാണാം. വലത്തെ കൈയിടത്തെ കൈയിനോട് സലാം പറയും, വലത്തെ കാതിടത്തെ കാതിനോട് സലാം പറയും, വലത്തെ കണ്ണിടത്തെ കണ്ണിനോട് സലാം പറയും. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും സലാം പറയാ. വേദന കൊണ്ട് പിടയുകയോ ആ സമയത്താണ് അവിടെ നിന്ന് പറയുന്നത്, ഇതെന്ത് വേദനയാ. ഇവിടെ മന്ത്രിക്കാൻ അറിയുന്നവരുണ്ടോ? ഫാത്തിഹ ഓതാൻ അറിയുന്നവരുണ്ടോ? യാസീൻ ഓതാൻ അറിയുന്നവരുണ്ടോ? ഒന്ന് മന്ത്രിച്ചു തരാമോ? എന്തോ ഒരു വേദനയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുമല്ലോ. കാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുകയാണ്, കണം കാലുകൾ ഇങ്ങനെ പിണയുകയാണ്, ശരീരത്തിന്റെ ഞരമ്പുകളൊക്കെ പിടിച്ചു മുറുക്കുകയാണ്. അല്ലാഹുവേ, ആ ഒരു സമയം എനിക്കും നിനക്കും വരാനുണ്ട്. അന്ന് രക്ഷപ്പെടണ്ടേ വാപ്പോ, അന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്. മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ തിരുദൂതരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തിന്റെ നേരത്ത് പറയാട്, ലോകത്തിന്റെ മുത്തല്ലേ, ഈ അണ്ടകടാഹത്തെ തന്നെ പടക്കോ കാരണക്കാരായ ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ വഫാത്തിന്റെ വേളയിൽ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ മുഹമ്മദ്, അല്ലയോ അസ്രായിലേ, ഇതെന്ത് വേദനയാ, സഹിക്കുന്നില്ലല്ലോ. ആ സമയത്ത് മലക്കുൽ മൗത്ത് പറയാട്, യാ റസൂലല്ലാഹ്, ഇതൊരു വേദനയല്ല നബിയേ, ഇതൊരു പ്രശ്നമല്ല നബിയേ, ഇതൊരു പ്രയാസവും നൊമ്പരവുമല്ല നബിയേ, ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വേദന എന്ന് പറയുമ്പോ നമ്മളോട് സ്നേഹമുള്ള റസൂലുള്ള പറയാ, ഏറ്റവും കുറഞ്ഞ വേദന ഇതാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മുഴുവൻ വേദനയും എനിക്കങ്ങ് തരാമോ, എനിക്കങ്ങ് തരാമോ? ഇതാണോ മരണത്തിന്റെ ഏറ്റവും ചെറിയ വേദന? എന്നാലല്ലയോ അസ്രായിലേ, ആ വേദന മുഴുവനും എനിക്ക് തരുവോ? എന്റെ ഉമ്മത്തി പാവമാ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പോലെ മനസ്സ് പൊട്ടിയിട്ടങ്ങ് കരഞ്ഞു പോയെങ്കിൽ മരണത്തിന് വല്ലാത്ത വേദനയാണ് വാപ്പമാരെ. അത് വരാനുണ്ട് വാപ്പമാരെ, അത് വരാനുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഓർമ്മയിലൂടെ കടന്നു പോകാൻ പറയുന്നത്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നാട്ടുകാർ പറയാ, നിങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഖബർ കാണിച്ചു തരാ, ആ ഖബറിന്റെ ഉള്ളിലുള്ളവരെ ജീവിപ്പിക്കണമെന്ന് പറയുമ്പോ കടന്നു പോകുന്നു. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ അവിടുന്ന് സാമബിന് നൂഹ് നബിയുടെ മകന്റെ ഖബർ അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അവിടുന്ന് പറയാ, ബിസ്മില്ലാഹ് കുംബീദിനില്ലാഹ്, ഒന്നെഴുന്നേക്കുമോ എന്ന് പറയുമ്പോ ഖബർ പൊട്ടുകയാണ്. അവിടുന്ന് തലമുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട്. ഈസാ നബി ചോദിച്ചു, നിങ്ങളുടെ കാലഘട്ടത്തിൽ നരയില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്തേ നരച്ചു പോയത്? ആ സമയം അദ്ദേഹം പറയുന്നു, നബിയേ, ഖദ് ഖാമത്തിസ് സാഅ,
ഖിയാമത്ത് നാള് സംഭവിച്ചോ? അതിന്റെ പീവത്സകരമായ രംഗമെന്ന് ഓർത്തപ്പോ എനിക്കും നരവന്ന് പോയതാണ്. അതൊന്നുമല്ല, കാര്യം ഇങ്ങനാണ്. വിളിക്കാൻ പറഞ്ഞപ്പോ വിളിച്ചതാണ്. ആ സമയത്ത് അവിടെ ഈസാ നബിയോട് ഈസാ നബി അവരോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സാമബനോ, നിങ്ങൾ മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമാ? 4000 കൊല്ലമാ. ആ സമയം ചോദിക്കുകയാണ്, കൈഫ കാന വജത്തൽ മൗത്, മരണം എങ്ങനെയുണ്ടായിരുന്നു? മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട്? ആ സമയത്ത് അവിടെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എന്നെ ഓർമ്മിപ്പിക്കല്ലേ. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച വേദനയില്ലേ, അതിന്ന് വരെ അത് മാറിയിട്ടില്ല. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് റൂഹ് പിടിച്ചതാണ്. ആ ഒരു വേദന ഈ സമയം വരെ മാറിയിട്ടില്ലെന്ന് ഈസാ നബിയോട് ബഹുമാനപ്പെട്ട സാമബിന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെന്ന് പറയുമ്പോ, നേരം വെളുത്താൽ കണ്ണു തുറന്നാൽ ഹൃദയത്തിന്റെ ഉള്ളു മുഴുവനും പാപത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടകളിലൂടെ കടന്നു പോന്ന ഞാനും നിങ്ങൾ എന്താ പറയേണ്ടുന്നത്? അതുകൊണ്ട് മരണത്തിന്റെ വേദനയെ മറക്കല്ലേ സ്വഹാബോ. നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മരണത്തിന്റെ വേദനയെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ആ ഒരു ഓർമ്മ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകണം. ചിന്തിച്ചു നോക്കിയ വാപ്പാരെ, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സാം ഇബ്നു നൂഹ്, ഉറക്കെന്ന് പറയും, നിങ്ങളുടെ ഇത് കിട്ടുന്നില്ല. സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം പറയും, ബഹുമാനപ്പെട്ട സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ പ്രിയപ്പെട്ട മകൻ ഇല്ലേ. ഒരാള് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്തിരുന്ന് കരയാൻ. അവിടെ കരഞ്ഞ ഉത്തരമുണ്ടല്ലോ, കഅബാലയത്തിന്റെ അടുത്തിരുന്ന് കരയാൻ ഇല്ലേ. ആ കഅബാലയത്തിന്റെ അടുത്തിരുന്ന് കൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യനോട് ചോദിച്ചു, എന്തിനാ കരയണേ? ആ സമയം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നലെ ഞാൻ ഒരാളുടെ ആത്മാവ് പിരിയുന്നൊരു സമയത്തുണ്ടായിരുന്നു. എന്തോ മലവും മൂത്രവും വന്നിട്ടുണ്ട്, മക്കൾ പിടിച്ചുകൊണ്ടിരുത്തുന്നുണ്ട്, രക്ഷയില്ല, കൈകാലുകൾ തളർന്നിട്ടുണ്ട്, വേദന വന്നിട്ട് സഹിക്കാൻ വയ്യ, കണ്ണ് മേപ്പോട്ട്. ഓരോ മനുഷ്യന്മാര് മരിക്കുമ്പോഴും അവരുടെ വായ തുറന്നായിരിക്ക, പിന്നെ നമ്മൾ കൂട്ടാൻ വായിലൂടെ റൂഹ് പോവാൻ, വാ തുറന്നിട്ട് തന്നെ ഉണ്ടാവും, വായിലൂടെ റൂഹ് പോവും. ചിന്തിച്ചു നോക്കി പടച്ചോനെ, ശരീരം മുഴുവനും വരിഞ്ഞു മുറുക്കിയിട്ട് ആത്മാവിങ്ങനെ പോന്ന രംഗം ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? വാപ്പ ഉമ്മ മരണപ്പെട്ട് കഴിയുമ്പോ ആദ്യം അവരുടെ വാ തുറന്നിരിക്കും. ആത്മാവിനെ മലക്കുൽ മൗത്ത് വലിച്ചൂരാൻ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. വാപ്പ ആമീൻ പറയ്, അള്ളാഹു എളുപ്പാക്കി തരട്ടെ. കഅബയുടെ കടുക്കൽ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാല് പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും, എല്ലാവരും പറയുന്നതാണ് അതിന്റെ മധ്യത്തിൽ പിടിച്ചാൽ ഉത്തരം കിട്ടും. അങ്ങനല്ല, ആ ഹജറുൽ അസ്വദിന്റെയും വാതിൽ ആരംഭിക്കുമല്ലോ, അവിടെയാണ് നമ്മൾ നെഞ്ചു ചേർത്ത് വെക്കാനുള്ളത്. നിബിധങ്ങൾ അങ്ങനെ കരഞ്ഞിട്ടുള്ളത്, മനസ്സിലായിട്ടില്ലേ? അപ്പോ അത് നമ്മൾ പ്രത്യേക ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ ഇന്ന് കരയണം. പിന്നെ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ഒക്കെ ചാരെ അള്ളാഹുടെ എത്താള തൗഫീഖ് തരട്ടെ. മനസ്സിൽ തട്ടി പറയുമ്പോ അപ്പൊ അള്ളാഹുടെ എത്താള തൗഫീഖ് തരട്ടെ. വെള്ളിയാഴ്ച രാവാൻ ഇല്ലേ, ചോട്ടിലുണ്ടൊരു കല്ലിത്, സ്വർഗീയ മേട്ടിലെ പൊന്നിത്, തൊട്ടിടാനായി കൊതിയത്, മുത്താറ്റലോ ചുംബിച്ചത്, മുത്തിയ ഗന്ധം കൊണ്ടു കരഞ്ഞ് വീഴുന്നു ഇഷ്കിൻ കൂട്ടര്, മുത്തിന്റെ ബന്ധം കൊണ്ടു നടന്ന് പാടുന്നു ചിലരീ വീട്ടില്, എത്ര നേരം നോക്കിയാലും തീരുകില്ല ആ പ്രഭാവം, എത്ര സംസം വാങ്ങിയാലും തീരുകില്ല ദാഹവും. കഅബാലയം ചോട്ടിലുണ്ടൊരു കല്ലിത്, സ്വർഗീയ മേട്ടിൽ പൊന്നിത്, തൊട്ടിടാനായി കൊതിയത്, മുത്താറ്റലോ ചുംബിച്ചത്, മുത്തി
എത്തിയ ഗന്ധം കൊണ്ടു കരഞ്ഞ് വീഴുന്നു ഇഷ്കിൻ കൂട്ടര്. മുത്തിന്റെ ബന്ധം കൊണ്ടു നടന്ന് പാടുന്നു ചിലരീ വീട്ടില്. എത്ര നേരം നോക്കിയാലും തീരുകില്ല ആ പ്രഭാവം. എത്ര സംസം വാങ്ങിയാലും തീരുകില്ല ദാഹവും. കഅബാലയം. അല്ലാഹു എത്താനുള്ള തൗഫീഖ് തരട്ടെ. ഇന്നൊരു സഹോദരി അസറിന് ചാവടിക്കാൻ പോയവിടെ അവർ ഉംറയ്ക്ക് പോകുന്നുണ്ട്. അള്ളാഹു അവരുടെ ഉംറ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെയും പെട്ടെന്ന് അവിടെ എത്തിപ്പിക്കട്ടെ. സെപ്റ്റംബറിൽ ആർക്കെങ്കിലും പോണോ ഒന്നിന് ധൈര്യമായിട്ട് എൻ്റെ കൂടെ വരാം. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നല്ല ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാൻ ആഗ്രഹം ഉണ്ടാ 27-ന് എൻ്റെ കൂടെ വരാം. ധൈര്യമായിട്ട് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഞാൻ നിർബന്ധിക്കല്ലേ ഇൻഷാ അല്ലാഹ് എനിക്കെന്നാ പൊന്നാരി ചങ്ങായി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നൊരു കവർ നമ്മുടെ സംഘാടകർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇപ്പൊ തരുന്നുണ്ട്. നാളത്തേക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. നാളെ നമ്മുടെ സമാപന ദിവസം, എൻ്റെ അല്ല നമ്മുടെ വാലിന്റെ സമാപന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരു 10 മിനിറ്റും കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? അല്ലല്ലോ, നമ്മുടെ കണ്ണ് നിറയുള്ള സംഭവം പറയാൻ എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും ആ കവറ് 2 മഹാന്മാർ കൊണ്ടുവരുന്നുണ്ട്. അവനും കൂടെ റസാഖിനും കൂടെ വരണം. എനിക്കും കിട്ടി. ഞാൻ എത്ര ഇടേണ്ടതെന്നോട് പറയണേ. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരയൊക്കെ അടുക്കലെത്തിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അള്ളാഹിനോട് കരഞ്ഞിട്ട് പറ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഒരാൾ വിട പറഞ്ഞു പോകുമ്പോ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്നിട്ട് കബറടക്കിയാൽ മാത്രം പോരാ. ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഒരാൾ എടുക്കാനില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും എടുക്കാൻ പറ്റൂല. ഇന്നലെ വരെ നീ നിസ്കരിച്ചിട്ടില്ല, ഇന്ന് നിന്റെ മയ്യത്ത് ആളുകൾ നിസ്കരിക്കും അല്ലേ? നമുക്കറിയാം ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഇന്നും ഇതിന്റെ ബഹുമാനപ്പെട്ടവരുടെ ഖബറ് ഖദീജുമ്മാന്റെ ഖബറിന്റെ ചാരത്തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഒരിക്കൽ ആളുകളോട് പറഞ്ഞൊരു വാക്കുണ്ട്. നാളെ അവിടെ നിന്ന് ഞാൻ ഇമാമായി നിൽക്കും. എവിടെ? ഹറമില്. കേരളത്തിൽ നിന്ന് ബാഫഖി തങ്ങൾ പറയാ നാളെ ഞാൻ ഹറമിൽ എന്തായി നിൽക്കും? ഒന്ന് പറയും, ഇമാമായി നിൽക്കും. പടച്ചോനെ, ആളുകൾ അന്തം വിട്ടു. അവിടുത്തെ ആൾക്കാർക്ക് ഒരു അവസരമില്ല. ബാഫഖി തങ്ങൾ പറയാണ് അവിടെ ഇമാമായി നിൽക്കും. അങ്ങനെ പറഞ്ഞു പോയ മഹാൻ, അവരുടെയൊക്കെ വാക്കിന്റെ അത്ഭുതം. അന്ന് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുമ്പോ മഹാനുഭാവന്റെ പിന്നിലാണ് ആര് നിന്നത്? അവിടുത്തെ ഇമാമ് പോലും. അപ്പോ ആര് മുമ്പിലായി? ബാഫഖി തങ്ങള് മുമ്പിലായി. അവരുടെയൊക്കെ വാക്കിന്റെ അത്ഭുതം. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. എത്ര വല്ലാത്തൊരു ഭാഗ്യം. പരിശുദ്ധമായ കഅബാലയത്തില്, ആ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫുകൾ ചെയ്തിട്ടും കറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഒരു അനുഭൂതി, അല്ലാഹുവേ, എത്ര പറഞ്ഞാലും അത് മനസ്സിലാകില്ലല്ലോ. ഇബ്രാഹിം മഖാമിന്റെ ചാരത്തുകൂടെ ഔലിയാക്കൾ നടന്ന, അമ്പിയാക്കൾ നടന്ന, പ്രവാചകന്മാര് മുഴുവനും കടന്നുപോയ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നുപോയ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നുപോയ, ഇപ്പോഴും നമ്മൾ കഅബാലയത്തിന്റെ ചുറ്റില് തവാഫ് ചെയ്യുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ എത്ര ഔലിയാക്കൾ അവിടെ നിന്ന് തവാഫ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ എത്ര മഹാരഥന്മാർ അവിടെ നിന്ന് തവാഫ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ എത്ര സയ്യിദന്മാർ തവാഫ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ എത്രയോ ആശിഖീങ്ങൾ അവിടെ നിന്ന് തവാഫ് ചെയ്യുന്നുണ്ട്. പടച്ചവനേ, കരയാൻ പറ്റുന്ന സ്ഥലമേതെന്നറിയോ? കരയാൻ പറ്റുന്ന സ്ഥലമേതെന്നറിയോ? അത് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയാണ്. ആ കറുത്ത കില്ല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള മഹനീയമായ കഅബാലയത്തെ നോക്കിയിട്ട് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ നിന്നിട്ട് കൂട്ടത്തോടെ അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് റബ്ബേ, പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതെ ഇരിക്കുമോ? ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെന്നറിയോ? അത് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരയാണല്ലോ. കഅബാലയം ഇരിക്കുന്നത് എവിടെയാ? ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്താണ്. ആ കഅബാലയത്തിന്റെ മേലെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് ബൈത്തുൽ മഅമൂർ എന്നാണ്. അങ്ങനെയുള്ള കഅബാലയത്തിന്റെ നേരെയുള്ള പള്ളി സ്വർഗ്ഗത്തിലെ പള്ളി ബൈത്തുൽ മഅമൂറ. അങ്ങനെയുള്ള കഅബാലയത്തിന്റെ ചാരെ നമ്മളൊന്ന് നിന്നുകൊണ്ട് ദുആരക്കുമ്പോ അല്ലാഹു തട്ടിക്കളയോ ചെറുപ്പക്കാരോ? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്. ഒരു 50 വയസ്സാകട്ടെ, ഒരു 60 വയസ്സാകട്ടെ, മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അതിനുശേഷം ഹജ്ജിന് പോകാം, അതിനുശേഷം ഉംറക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവരാണോ? സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് പരാജയമാണ്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ആരോഗ്യത്തോടെയാണ് കടന്നു പോകാനുള്ളത്. തവാഫ് ചെയ്യുമ്പോ കാല് പറ്റുന്നില്ല, സഅയ് ചെയ്യുമ്പോ കാല് വേദനിക്കുകയാണ്, പിന്നെ വീൽ ചെയർ വേണ്ടുന്നൊരാവശ്യം വരികയാ. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ കടന്നു പോകുന്നവർ ആരോഗ്യമുള്ള സമയത്ത് പോകാ ഒരുങ്ങണ്. അവിടെയാ നമുക്ക് ജബലുന്നൂർ കയറാൻ പറ്റുന്നത്, സൗർ ഗുഹ കയറാൻ പറ്റുന്നത്, ജബലുർ റഹ്മ കയറാൻ പറ്റുന്നത്, ജബലുൽ ഹംദമിയ കയറാൻ പറ്റുന്നത്, ജബലുൽ മലായിക കയറാൻ പറ്റുന്നത്. അല്ലാഹുവേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പോകണമെങ്കിൽ ആരോഗ്യത്തോടെ പോയാലേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പോയി വന്നവരോട് ചോദിച്ചു നോക്ക്. അല്ലാഹു പെട്ടെന്നെത്താ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ ചുരുക്കിക്കൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നപ്പോ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. ഇവിടെ ഉള്ള ചിലരെന്നോട് പറഞ്ഞു, ഉസ്താദേ അതൊന്നുകൂടൊന്ന് പറയാതെ പോകല്ലേ, അന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെയുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. സമയം നമുക്ക് ചുരുക്കമാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ആയിഷ, ഏറ്റവും നല്ല ഉപദേശകൻ ആരെന്നറിയോ? അത് മരണമാണ് ആയിഷ. ഇവിടെ ഇരിക്കുന്ന വാപ്പാ, നിങ്ങൾക്ക് ഉപദേശം മരണമാണ്. ഷമീർ ദാരിമി അവിടുന്ന് മാസങ്ങളോളം കിൽത്താൻ ദ്വീപിന്റെ മണ്ണില് ബദരിയ മദ്രസയുടെ ഈ മുറ്റത്ത് വർഷങ്ങളോളം പ്രഭാഷണം നടത്തിയാൽ ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് വഅദ് പറഞ്ഞാൽ നന്നാകാൻ പറ്റുന്നത് അതൊതുക്കുറുൽ മനിയ, അത് മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണല്ലോ, അത് മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, അവിടെ ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറഞ്ഞു പോയാല് അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് അവിടെ നീ മനുഷ്യന്റെ ആത്മാവ് പറയാ, അല്ലയോ സഹോദര, വയായുഹ്വാനി, എന്റെ കൂട്ടുകാരാ, എന്നെ പിടിച്ചു കുലുക്കല്ല, എന്റെ ശരീരം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്. അവിടെ അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന കുളിപ്പിക്കാ, പെട്ടെന്ന് പറയുകയാണ്, കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് ആളുകൾ കൈകാലുകൾ നോത്തുവെക്കുമ്പോ, കൈയുടെ അഴുക്കെടുക്കുമ്പോ ആത്മാവ് പറയാ, ഫഇന്ന ഹാദാ മുഖ്തരിക്കും ബിഖുറൂജിർ എന്റെ ശരീരം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്, എന്നെ കുലുക്കല്ലേ, എന്നെ വേദനിപ്പിക്കല്ലേ, എന്നെ സങ്കടപ്പെടുത്തല്ലേ, നിങ്ങളും മെല്ലെ പിടിക്കാമോ? അവസാനം നിങ്ങളുടെ ജനാസ, ഷമീർ ദാരിമിയുടെ, റസാഖിന്റെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജനാസ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പെങ്ങള്, നിങ്ങളുടെ ജനാസ കൊണ്ടുവന്നിട്ട് വെക്കുകയാ. വീടിന്റെ വലിയ ഹാളില് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പായ വിരിച്ചിട്ട് വെള്ളത്തുണി വിരിച്ചിട്ട് അതിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ
കാല് കെട്ടുന്നല്ലോ, അരഭാഗം കെട്ടുന്നല്ലോ, ഇനി കെട്ടാൻ ബാക്കിയുള്ളത് തലഭാഗമാ. ആ തലഭാഗം കെട്ടാൻ നേരം അവിടെ നിൽക്കുന്നവരോട് ആത്മാവ് പറയാ, ഫഇന്ന ഹാദാ ആഖിറു റുയതി ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി ഫഇന്ന ഹാദാ ആഖിറു റുയതി. എന്നെ കൊണ്ടുവന്ന് കിടത്തിയവരെ, ഇത് അവസാനത്തെ കാഴ്ചയാണ്. എന്റെ മുഖം നിങ്ങൾ മൂടല്ലേ. എന്റെ മക്കളൊന്ന് കണ്ടോട്ടെ, എന്റെ ഭാര്യ ഒന്ന് കണ്ടോട്ടെ, എന്റെ ഭർത്താവ് എന്നെ ഒന്ന് കണ്ടോട്ടെ. ഇനി കാണാൻ പറ്റൂല. അവസാനം ആരും അത് ശ്രദ്ധിക്കൂല. എന്റെ ജനാസ എവിടെ നിന്ന് പൊതിയാൻ പോവുകയാണ്. ഷമീർ ദാരിമിയുടെ ജനാസ പൊതിയാൻ പോവുകയാണ്. എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ ഉമ്മയുണ്ട്. ഇവിടുത്തെ പ്രിയപ്പെട്ട ആഷിഖിനെ പോലെ, അമീനിക്കയെ പോലെ, ഇക്ബാൽ സാഹിബിനെ പോലെ, നാസിമുദ്ദീനിക്കയൊക്കെ കണക്കുള്ളവര് എന്റെ ജനാസയുടെ ചാരത്തുണ്ടെന്ന് കരുത്. പടച്ചവനെ, അവരെല്ലാവരും കൂടെ ചുമന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഷമീർ ദാരിമിയുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ വീടിന്റെ ഒരു ഭാഗത്തുനിന്ന് ആരോ കരയുകയാണ്. ആ സമയത്ത് എന്റെ ആത്മാവ് പറയാ, ഒന്ന് നിൽക്കാമോ, ഒന്ന് നിൽക്കാമോ. ആരോ വീട്ടിന്റെ കത്തട്ടിൽ നിന്ന് കരയുകയാണ്. അതെന്റെ ഉമ്മയാണോ? ഉമ്മാന്റെ അരികിലേക്ക് പോകുമ്പോ ഉമ്മ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണല്ലോ. ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണല്ലോ. എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് ഉമ്മ നിലവിളിക്കുകയാണ്. ആത്മാവുമ്മയോട് പറയാ, എന്റെ ഉമ്മ കരയാണോ? എന്റെ ഉമ്മ കരയല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ആര് കേൾക്കാനാ സഹോദരങ്ങള്? അപ്പുറത്ത് നോക്കുമ്പോ പ്രിയപ്പെട്ടവള്, ജീവിതത്തിന്റെ താങ്ങും തണലുമായവള് ഒരു ഭാഗത്തിരുന്ന് കൊണ്ട് കരയുകയാണ്. ഇന്നലെ വരെ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന, ഇന്നലെ വരെ മക്കളുടെ കാര്യം പറയാൻ പറ്റുന്ന, ഇന്നലെ വരെ അവൾക്കുള്ള കാര്യം പറയാൻ പറ്റുന്ന ആ പ്രിയപ്പെട്ടവനതാ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ച് കൊണ്ടുപോകാ ഒരുങ്ങുകയാണല്ലോ. എത്ര ജുബ്ബയുണ്ട് വീട്ടിന്റെ ഉള്ളില്, എത്ര കമീസുണ്ട് വീട്ടിന്റെ ഉള്ളില്, എത്ര തൊപ്പിയുണ്ട് വീട്ടിന്റെ ഉള്ളില്, എത്ര തലപ്പാവുണ്ട് വീട്ടിന്റെ ഉള്ളില്. ഒന്നും എനിക്ക് വേണ്ടല്ലോ. 3 കഷണം വെള്ളത്തുണിയില് പുതപ്പിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ പടച്ചവനെ ചിന്തിച്ചു നോക്കാം. അവിടെ ഒരു ഭാഗത്ത് ഒന്ന് അല്ലാഹുവേ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത പാവപ്പെട്ട കുരുന്ന മക്കള് ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചു കരയുമ്പോ പുന്നാര മക്കളുടെ അരികത്ത് പോയിട്ട്, മക്കളെ നിങ്ങൾ കരയാണോ? നിങ്ങൾ കരയാണോ? ഉപ്പാന്റെ മക്കള് സങ്കടപ്പെടല്ലേ, ഉപ്പയുടെ മക്കള് കരയല്ലേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചാരും ആരും കേൾക്കൂല. അവസാനം അവിടെ നിൽക്കുന്നവരോടൊക്കെ പറയാ, ഞാന് പോകുവാണ്, ഞാന് പോവുകയാണ്. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പ ഞാൻ എന്റെ കുരുന്ന മക്കള് വീട്ടിലേക്ക് വിളിച്ചാൽ എന്റെ മകളും എന്റെ മകനും ചോദിക്കും, ബാപ്പാ എപ്പോഴാണ് കടന്നു വരുന്നത്, ഏത് സമയത്താണ് വരുന്നത്? റസാഖിന്റെ മക്കള് ചോദിക്കും, എപ്പോഴാ ഉപ്പാ കടന്നു വരുന്നത്? ആ സമയത്തൊക്കെ ഞങ്ങൾ പറയും, ഇൻഷാ അല്ലാഹ് കടന്നു വരും. പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ടോ അവിടെ എത്തുമെന്ന് പറയാ ഉറപ്പുണ്ടോ? എന്റെ ഉമ്മയെ കാണുമെന്ന് ഉറപ്പുണ്ടോ? എന്റെ ബാപ്പയെ കാണുമെന്ന് ഉറപ്പുണ്ടോ? ഭാര്യയെ കാണുമെന്ന് ഉറപ്പുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? എനിക്കൊരു ഉറപ്പുമില്ലല്ലോ. അവസാനം അവിടെ നിന്ന് ജനാസ കൊണ്ടിറങ്ങാൻ പോവുകയാണ്. എല്ലാവരോടും സലാം പറയുന്നു. വീടിന്റെ അകത്തട്ടില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോ മയ്യത്തിന്റെ ആത്മാവ് പറയാ, ഒന്ന് നിൽക്കാമോ? വീടിന്റെ ഉള്ളിൽ ആരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? എന്റെ ഭാര്യയാണോ? എന്റെ
പ്രിയപ്പെട്ടവളാണോ? ആരോ എന്റെ വീടിന്റെ കത്തട്ടിൽ നിന്ന് കരയുകയാണല്ലോ, അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കള് കരയുന്ന രംഗം കാണുകയാ മനസ്സില്. ഭാര്യ ഒരറ്റത്ത് കരയുന്ന കാണുകയാണ്. അവരോട് പറയുന്നു, പോകുവാ, അസ്സലാമു അലൈക്കും. ബാപ്പ പോകുന്നു മോളെ, ഇനി ബാപ്പ തിരിച്ചു വരൂല. ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് നിന്റെ വാപ്പ പോകുന്ന മോളെ. അവസാനം അവിടുന്ന് കൊണ്ടിറങ്ങുകയാ. കെട്ടുകൾ 3 കെട്ടി, കട്ടിലിൽ നിന്നെയും ഏറ്റി, ഒരു ദിനം ഉണ്ടോരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മയ്യത്തിന്റെ ചാരവന്ന് കരയുന്നത് റസാഖിന് ചിന്തിക്കാൻ പറ്റുമോ? മക്കള് മാപ്പാന്റെ മയ്യത്തിന്റെ ചാരവന്ന് കരയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്നിനും തിരിയാത്ത എന്റെ പൊന്നു മക്കള്, കൊരുന്ന മക്കള് എന്റെ ചാര വന്നിട്ട് കരയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കതിന് കഴിയില്ലല്ലോ വാപ്പമാരെ. അവസാനം മയ്യത്ത് കൊണ്ട് പോവുകയോ, ജനാസ കൊണ്ട് പോവുകയാണ്. നടക്കുന്നവരോട് പറയാ, ദുനിയാവെന്നെ ചതിച്ചടാ, ദുനിയാവെന്നെ വഞ്ചിച്ചടാ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അവസാനം മയ്യത്ത് കൊണ്ട് വന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോകുന്നത് പള്ളിപ്പറമ്പിലേക്കാണ്. എന്റെ ചെറുപ്പക്കാരാ, പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. കൂടെ നടക്കുന്നതാരാട്? ഇന്നലെ വരെ പാപ്പാന്ന് വിളിച്ച് പാപ്പയുടെ സഹായത്താൽ കഴിഞ്ഞിരുന്ന പൊന്നോമന മക്കള് പാപ്പാന്റെ ജനാസയുടെ പിന്നാലെ ഗമിക്കുകയാണ്. ആ കുരുന്ന മക്കള് പാപ്പയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ ഖബറിന്റെ ചാരവം നിട്ടു നിൽക്കുകയാണ്. അല്ലാഹുവേ, ആ ഖബറിലേക്ക് ബാപ്പയുടെ മയ്യത്തെടുത്ത് വെക്കുമ്പോ പുന്നാര മക്കളോട് ആളുകൾ പറയില്ലേ, മക്കളെ ബാപ്പാന്റെ ജനാസയുടെ പുറത്ത്, ഈ ഖബറിന്റെ പുറത്ത് പിടിമണ്ണ് വാരിയിട്ടോ. പുന്നാര മക്കള് വന്നിട്ട് ബാപ്പയുടെ ഖബറിന്റെ പുറത്ത് പിടിമണ്ണ് വാരിയിടുന്ന രംഗം ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് ചിന്തിക്കാൻ പറ്റുക? അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു മടങ്ങുമ്പോ, എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോ ഈ ഖബർവാസികൾ, ഖബറിൽ കിടക്കുന്നവര് വിളിച്ചു പറയാട്, നിങ്ങൾ ഞങ്ങളെ മറക്കല്ലേ മക്കളെ, വാപ്പാനെ മറക്കല്ലേ മോനെ, ഉമ്മ ഖബറിലാണടാ, ഉമ്മയെ മറന്നേക്കരുതേ, ഉമ്മാനെ ഓർക്കണം. പരംവിധി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വ നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. നേരിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരതും ചേർത്തോ മണ്ണതിനാല് അടവാക്കും വിടവിനെ ബാറിലേ. കനമേറും മിസാങ്കല്ലും മണ്ണും അതിലുമീതെ മറമാടും ഖബറുബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരം. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരം. പടച്ചവനെ, പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് കബറടക്കിയ വാപ്പമാര്, എന്റെ പെങ്ങളെ, ഈ
വ്യാഴാഴ്ച രാവിലോ വ്യാഴാഴ്ചയുടെ ദിവസങ്ങളിലോ മക്കൾ കൊടുക്കുന്ന സഹായത്തെ പ്രതീക്ഷിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ കഴിയുമെന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോ നമ്മളിൽ എത്ര ആളുകളാണ് അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്? നമ്മളിൽ എത്ര ആളുകളാണ് അവർക്ക് വേണ്ടി ഹദിയ ചെയ്തിട്ടുള്ളത്? പടച്ചവരെ, സ്വർണത്തിനു തീ തിന്നുന്ന സമയത്ത് പോലും ഈ പരിശുദ്ധമായ മഹനീയമായ മജ്ലിസിൽ സ്വർണം കൊടുത്തു വിട്ടവരുണ്ടല്ലോ. അല്ലാഹുവേ, സ്വന്തം ബാപ്പക്കാണല്ലോ, സ്വന്തം ഉമ്മക്കാണല്ലോ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു നൽകട്ടെ. സഹോദരങ്ങളെ, ഞാൻ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് പറയാനാണെങ്കിൽ എത്ര ചരിത്രമുണ്ട്. മൂസാ നബിയുടെ ചരിത്രമുണ്ട്, ഈസാ നബിയുടെ, അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇൻഷാ അല്ലാഹ് നാളെ കൂടെ നമ്മുടെ പരിപാടിയുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് ഒരാളും പോകരുത്. എത്ര അടുത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഫ്രണ്ടിലേക്ക് വരണം. കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവാകുമ്പോ അത്രയും പവറും അത്രയും മഹത്വവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. നാട്ടുകാരായ നിങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ ഈ ഒരു അവസരത്തിലും നിങ്ങളവരെ സഹായിച്ചവരെ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇടയില് ഇൻഷാ അല്ലാഹ് അപ്പൊ അത് പിന്നെ വിളിക്കാം. ഞാന് അതിന് തീരുമാനിച്ചു. ഇത് നമുക്ക് അവസാനം വായിച്ച് നമുക്ക് ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഉമ്മമാര് ഇത് പറഞ്ഞപ്പോ തന്നെ ഇവിടെ സ്വർണം അൽഹംദുലില്ലാ. ഇതിനെന്താ പറയണ സാധനം? താലിയാ? അതന്നെ പതുക്കം താലിയല്ലേ? അതന്നെ നടുവത്തിടുന്ന താലി പോലത്തെ സാധനം. മാഷാ അല്ലാഹ്, അത് ഊരി ഇവിടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. സ്വർണ്ണമുണ്ട്, സ്വർണ്ണ മോതിരമുണ്ട്. അതൊക്കെ നിങ്ങളുടെ വാപ്പക്ക് വേണ്ടി ചെയ്യുന്ന ഉമ്മമാർക്ക് ഇനി അവസരമുണ്ട്. ഈ സദസ്സിൽ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട്, പടച്ചോനെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വാപ്പക്ക് വേണ്ടി ഒരു ചെറുതെങ്കിലും നമുക്ക് വേണ്ടി പാടുപെട്ട എൻ്റെ വാപ്പ ഈ രാത്രിയിൽ ആ കബറിൽ കിടന്നിട്ട് വെള്ളിയാഴ്ച രാവിൽ മക്കളെ ഞങ്ങളെ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വാപ്പ ചോദിക്കുന്നുണ്ട്, ഉമ്മമാരെ, വെള്ളിയാഴ്ച രാവിൽ തിങ്കളാഴ്ചകളിൽ ഓരോ മനുഷ്യനും അവരുടെ വാപ്പയുടെ ആത്മാവ്, ഉമ്മയുടെ ആത്മാവ് അവരുടെ വീടിന്റെ വീടിന്റെ ഒന്നാനാകാശത്ത് വന്നിട്ട്, മക്കളെ, നിങ്ങൾ ഞങ്ങളെ ഓർക്കണം കേട്ടോ. ഇന്ന് അവര് വന്നിട്ടുണ്ട്, നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തെങ്കിലും വാപ്പക്ക് വേണ്ടി കൊടുക്കണോ, മദ്രസക്ക് വേണ്ടി കൊടുക്കണോ? ഞാൻ വഅദ് പറഞ്ഞു. അതാണ് നമ്മളെ ആദ്യത്തെ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ തൗഫീഖിന്റെ ഒരു അനിയത്തി, ആ മോള് കൈകൊണ്ട് എഴുതിയ ഒരു ആയത്തുൽ കുർസിയാണല്ലേ? മാഷാ അല്ലാഹ്, നല്ല രസമുണ്ട്. ഞാൻ ഏതായാലും വെള്ളിയാഴ്ച രാവും കൂടെ ആയതുകൊണ്ട് ആയത്തുൽ കുർസി, വെള്ളിയാഴ്ച രാവിലെ ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യനിക്ക് അള്ളാഹു അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബറക്കത്താണ്, ഇതൊരു സന്തോഷമാണ്. ഇത് മാത്രം ഞാൻ ഒന്ന് ലേലം വിളിക്കും. അതിനുശേഷം എന്റെ റബ്ബേ, കിണ്ടൽ നടക്കുന്ന സാധനം ഉണ്ടല്ലേ, എന്നാരാ വിളിക്കുന്ന ലേലം? ഷെയ്ഖുന വന്നാ? മുപ്പര് പോയെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഏതായാലും ഒരാൾ ഒരുങ്ങിയിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ആയത്തുൽ കുർസി കൈകൊണ്ട് റബ്ബേ എഴുതിയതാണ്, പടം വരച്ചതല്ല. അല്ലാഹുവേ, ഏതൊരാള് ഖുർആനിന്റെ ആയത്ത് കൈകൊണ്ട് എഴുതിയത് ഒരാൾക്ക് കൊടുത്താ അത് വേടിക്കുന്നവൻ, വേടിച്ചുകൊണ്ട് വെക്കുന്നവൻ, അവന്റെ വീട്ടിൽ ബറക്കത്ത് കിട്ടുമല്ലോ. ഉബൈദ് ഇബ്നു ആമിർ തങ്ങൾ ഒരു കൊച്ചുകുട്ടി കടലാസിൽ എഴുതി കൊടുത്തപ്പോ അത് വേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചപ്പോഴാണ് ആടുകൾക്ക് നല്ല പാലുണ്ടായത്, വീട്ടിൽ ബറക്കത്തുണ്ടായത്, വീട്ടിൽ
വീട്ടിലുണ്ടായിരുന്ന സങ്കടങ്ങൾ മാറിയത്. അതുകൊണ്ട് കൈകണ്ട് വരച്ചിട്ടുള്ള ഈ വരായത്തുൽ കുർസി കരുണക്കടലായ അല്ലാഹ് ഇതിവിടം ആര് വിളിച്ചു കൊണ്ടുപോയാൽ അത് കൊണ്ടുവെക്കുന്ന വീട്ടില് റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇത് വിളിക്കുന്ന ഓരോരുത്തരുടെ സമ്പത്തിലും ഖൈർ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു തആല തരട്ടെ. നല്ലൊരു സംഖ്യ ഒരാളെന്ന് ആരംഭിച്ചേ. ബറക്കത്തിന് ആരാ ആദ്യം ആരംഭിക്കുക? 1000 കുലൂ തക്ബീർ. പടച്ചവനെ പറഞ്ഞപ്പോ തന്നെ 1000 മടങ്ങാനൊരുങ്ങുന്നു യാ റസൂലല്ലാഹ്, മധുരം മദിയായി പില്ലനൂറുല്ലാഹ്, മധുഹിനി ബാക്കിയുണ്ട് യാ റസൂലല്ലാഹ്, മദദിനു വേണ്ടി പാടാ യാ ഹബീബല്ലാഹ്. പിടയും കൽബിളക്കി ഞാൻ എറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. പിടയും കൽബിളക്കി ഞാൻ എറിഞ്ഞോട്ടെ, പതിയെ ബൈത്ത് ചൊല്ലി ഞാൻ മരിച്ചോട്ടെ. അല്ലാഹുവേ 1000 രൂപയാ റബ്ബേ വിളിച്ചത്. ആയത്തുൽ കുർസി ഇത് ഇത്രയും എഴുതണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? നിന്റെ കലാമല്ലേ റബ്ബേ. ആ എഴുതിയ മോക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇത് വിളിച്ചു കൊണ്ടുപോകുന്നവർക്ക് നമ്മളിവിടെ പാടുന്ന പറയുന്ന മദ്ഹിന്റെ ബറക്കത്ത് അവർക്ക് നിറച്ചു കൊടുക്കണേ റബ്ബേ. 1000 രൂപ 1, 1000 രൂപ 1.5. എന്താ പറഞ്ഞ? 1100. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ, സന്തോഷം നിറക്കണേ അല്ലാഹ്. വിളിക്കുന്ന ഒരാൾക്കും ദുആ ചെയ്യാതിരിക്കൂല. ആരൊക്കെ വിളിക്കണം അവർക്കൊക്കെ ദുആ ഉണ്ട്. കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടെയാണ്. 1101. 1101. 2000. പൊന്നാശിക്ക് ഈ ബദറിന്റെ ബദർ പറയുമ്പോഴത്തേനെ ഒരൊറ്റ വിളിയടങ്ങി. അതേപോലെ ഇപ്പല്ലേ നൂരിമ്പം ചോരിന്തമ്പൻ പൂകൾ പൊങ്കും നബി തങ്ക പേരിമ്പമേകും സ്വഹാബാക്കളെ കഥ മാനം കൊള്ളും ബദറന്ന പടപൊങ്ങും ആരംഭക്കണി ബദിരീങ്ങളെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. 2000 രൂപയാണ് പടച്ചവനെ വിളിച്ചിട്ടുള്ളത്. അതാരാണോ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. 2100. 2100. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, സന്തോഷം നിറക്കണേ അല്ലാഹ്. ആകാശഭൂമി തേങ്ങി അത് കണ്ട് ലോകം വിങ്ങി, ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി, ആ നിണമറിഞ്ഞ വീതി തിരുതായിഫിന്റെ ഭൂമി, തിരുതായിഫിന്റെ ഭൂമി. ആകാശഭൂമി തേങ്ങി അത് കണ്ട് ലോകം വിങ്ങി, ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. 1101 അല്ല 2101. 2200 രൂപ. നെഞ്ചിലിഷ്കിന്റെ ഇശലേറും നൂറേ, നെഞ്ചിലഞ്ചുന്ന വജ്ഹാം കമറേ, നെഞ്ചിലിഷ്കിന്റെ ഇശലേറും നൂറേ,
മുഞ്ചിലെഞ്ചുന്ന വജിഹാം കമറേ അഹദിൻ നൂറാം നബി അർശിൻ തണലാം നബി പാരിൽ പ്രഭയായി വന്നുള്ള കമറാം നബി കനിവിൻ കടലാം നബി സ്നേഹമഴയാം തബി പതറും ഹൃദയത്തിൻ പരിഹാരം പ്രഭുവാ നബി യാ ഹബീബുർ ഹാലി ഫിദാക അഹ്ലി ഫിദാക റൂഹി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് 2200 ഓ 2300 അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് കരളായ നൂറേ കലമാന്റെ കണ്ണുള്ളോറ് കലമായ സീറേ റഹ്മാന്റെ കൽബുള്ളോറ് മുഹബ്ബത്ത് മനദാരിൽ അലയടിച്ചുയരുന്നേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് 2500 കുലൂ തക്ബീർ മണിമുത്തേ മദീന ഈലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് 2500 ആയി. ആരെങ്കിലും പറയാം ഉസ്താദെ 3330 ഇന്നലത്തെ പോലെ ബറക്കത്തുണ്ടായിക്കോട്ടെ. നല്ല മനസ്സുള്ള ഒരാൾ ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇപ്പൊ 2500 ഉള്ളത്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. 2501 ഇന്നത്തെ ഒരു രാവിന്റെ ബറക്കത്ത് വെച്ചിട്ട് എനിക്ക് വിളിക്കാം. 2600 കുലൂ തക്ബീർ 2600 ആയി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിച്ചാൽ ഇത് 3331 ആക്കാൻ പറ്റും. എന്റെ ചെറുപ്പക്കാർ വിചാരിച്ചു ഏത് ചെറുപ്പക്കാരനെ വിളിക്കണേ അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹുർക്ക് പെണ്ണുങ്ങളാ ഇവിടുത്തെ ഉമ്മമാരൊക്കെ നീറ്റാണ്, മിണ്ടൂല, അതപ്പുള്ളവരാണ്. ഉമ്മമാരെ ധൈര്യമായിട്ട് വിളിക്കോളാം, അവിടെ ആളുണ്ട് കേട്ടാ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. മുഞ്ചിൽ മിന്നും മുത്തേ നബിയേ മന്നാൻ കനിവാൽ ഏകി നിധിയേ മാരിബില്ലിൻ പൂനിലാവേ മുല്ല മലരിന് പൂവിതളേ മക്കത്ത് പൂത്തോരു പൂമലരേ മാണിക്കത്തോപ്പിലെ പൂങ്കനിയേ മിന്നിത്തിളങ്ങും മദീനയിലെ മണ്ണിലും വിണ്ണിലും നേതാവോരേ മുത്തിലും മുത്തായ നൂറും വന്നിതാ മഹബൂബിൻ മധുകൾ പാടി നിന്നിതാ മുഞ്ചിൽ മിന്നും മുത്തേ നബിയേ മന്നാൻ കനിവാൽ ഏകി നിധിയേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, വേദന കൊടുക്കല്ല റബ്ബേ. അല്ലാഹുവേ ഇതാര് വിളിച്ചു കൊണ്ടുപോയാലും അവരുടെ ജീവിതത്തിലൊക്കെ ബറക്കത്തും ഖൈറും ഇസ്സത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2600 ആയി. 3000 മാഷാ അല്ലാഹ്. കുലൂ തക്ബീർ കുലൂ തക്ബീർ. സദാ ചേരി ചിരി ചിന്തും നിലാവിൻ കരയുന്നു ഇനി എൻ്റെ നബിയോരെ മുഖമില്ലല്ലോ
ഇളം തന്നൽ വിതുമ്പുന്നു ഇനിയാരു തഴുകും ഞാൻ മലറുമേനി മണത്തന്റെ കൊതി തീർന്നില്ല. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. 3000 രൂപയാണ് പടച്ചവനെ വിളിച്ചിട്ടുള്ളത്, നീ സ്വീകരിക്കണം റബ്ബേ. 3000 രൂപ 1, 3000 രൂപ 1.5, 3000 രൂപ 1.25. എന്തേ ഉമ്മമാര് വിളിക്കണ നിങ്ങൾ ചെല്ലാത്തോണ്ടാണ്. 3313. മാഷാ അല്ലാഹ്, ആശിഖിന്റെ ആ ഒരു തജ്വീദത്തുള്ള വിളി, അത് നമുക്ക് സന്തോഷം. 4000 രൂപ വിളിച്ചിട്ടുണ്ട്. 4000 രൂപ. കുലു തക്ബീർ. താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലാവേ രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്ത് ഏകിയുള്ള നബിയുള്ളാവേ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആൻ കൊണ്ടുവന്ന മഹബൂബരേ നിഅമത്തും ബറക്കത്തും ഫളീലത്തും വസാത്തും ശുജാഅത്തും അടുപ്പിച്ച ശറഫായൊരേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. 4000 രൂപ 1, 4000 രൂപ 1.5. ആ ഉമ്മമാരവിടെ വിളിക്കണ്ട, അവിടെ ആരുല്ലേ? 4500. 5000. അൽഹംദുലില്ലാ. 5000 രൂപ. കുലു തക്ബീർ, കുലു തക്ബീർ. കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൽ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കാത്തു കിടക്കാം ഞാൻ നബിയെ കനവിൽ വന്നൂടെ ഇന്നൻ ചാരയണഞ്ഞൂടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. 5000 രൂപയാണ് പടച്ചവനെ വിളിച്ചിട്ടുള്ളത്. തട്ടല്ല റബ്ബേ, ഖായിബാക്കല്ല റബ്ബേ, സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് ഉമ്മമാര് ഇന്നലെയും ആശിക നീക്ക് ഒരു മിനിറ്റ്, ഇന്നലെ ഇന്നുമായിട്ടൊക്കെ അൽഹംദുലില്ലാ ഓരോ സ്ക്വയർ ഫീറ്റ് വീതം അൽഹംദുലില്ലാ പറഞ്ഞവരുണ്ട്. അതിന്റെ റെസിപ്റ്റ് അൽഹംദുലില്ലാ ആശിഖിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 313 പറഞ്ഞവരുണ്ട്. എല്ലാം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ അല്ലാഹു തആല കബൂലാക്കട്ടെ. വേറൊരു സഹോദരി 313 രൂപ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും മാറാൻ, മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മകന്റെ എല്ലാ രോഗങ്ങളും മാറാൻ വേണ്ടി അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5000 6000 രൂപ. കുലു തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. नूर वाला आया है, नूर लेकर आया है, सारे आलम में दे देखो कैसा नूर छाया है.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് നൂർ വാല ആയാ ഹേ नूर लेकर आया है सारे आलम में देखो कैसा नूर छाया है അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് 6000 എത്തിയിട്ടുണ്ട് ഇനി ഖുർആനിലേക്ക് എത്താൻ കുറച്ചുകൂടെ ഉള്ളൂ 666 എത്താൻ കുറച്ചുകൂടെ ഉള്ളൂ 6000 എത്തി നിൽക്കാൻ 6000 രൂപ 6000 രൂപ 1.5 6000 രൂപ 1.25 6000 രൂപ 2 7000 ഞാൻ അത് പറയില്ല നിങ്ങൾക്ക് 7000 എനിക്ക് 7000 ഇൻഷാ അല്ലാഹ് 7000 അല്ലേ അന്നബി സല്ലു അലാ സ്വലവാത്തുല്ലാഹി അലാ അന്നബി സല്ലു അലാ സ്വലവാത്തുല്ലാഹി അലാ വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലാ വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലാ അല്ലാഹ് 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 അന്നബി സല്ലു അലാ സ്വലവാത്തുല്ലാഹി അലാ വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലാ വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലാ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സഹോദരങ്ങൾ ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് പറയാണ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സമാപന സദസ്സാണ് ഇൻഷാ അല്ലാഹ് മജ്ലിസുൻ നൂറുണ്ട് ഞാൻ ഏത് വിഷയം പറയണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ ഭൂരിഭാഗം ചെറുപ്പക്കാരും എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദെ നമ്മുടെ ഉമ്മമാരെ പറ്റി നമുക്ക് കുറച്ചുകൂടെ കേൾക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആഗ്രഹം ഞാൻ ഇൻഷാ അല്ലാഹ് സാധിപ്പിക്കും. ഉമ്മമാരുടെ കരയുന്ന ചരിത്രങ്ങളുണ്ട്, ഒരുപാടൊന്നുമില്ല, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നാളെ മജ്ലിസ് നൂർ കുറച്ച് നേരത്തെ ആരംഭിക്കൂലേ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് സമയം കിട്ടും. നാളെ നമുക്ക് പൊട്ടിക്കരഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. 7000 രൂപ 7500 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഇത് നിസ്സാര വിഷയമല്ല. വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ബറക്കത്ത് നേടിത്തരാൻ പറ്റുന്ന അമൂല്യമായ മുത്താണല്ല ആയത്തുൽ കുർസി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. നിരയൊത്ത് മാലകൂകൾ ആകാശത്തിന്നിറങ്ങിയില്ലേ, നിറവാലേ ഷഹീദാടിയ ശുഹദാക്കളെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 7500 1.5 വിളിച്ചുകൊണ്ട് പോകുന്നവര് 8000 രൂപ. കുലു തക്ബീർ. ഉരത്ത് യാ മൗലൽ നുറബാ ഉശ്രിയങ്ങൾ യാ ഹബീബാ ഒദിമങ്കും താബ യാ റസൂലല്ലാഹ്. പെരിയോനോ മൈറകൈ പേശും ജിന്നിൽ സിടകൈ പിരിശം റസൂലദാകൈ യാ നജിയല്ലാഹ്. ഉദരം വല്ലാവരുത്തം ഉളവാലേ അതോ നിമിത്തം ഉള്ളം നാലതോ പൊരുത്തം ആക്കിടാം നബിയേ. പരുത്തപ്പറുദൂതർ ചെന്ന സവാദേനി ചൊല്ലുവതെന്ന പാഹാവേ ഉങ്കൽ എന്നെ സഫദിൽ സബ്കാ പതുത്താകുങ്കളെത്തി ചെതുഹാലേ ഉണ്ട് കൊത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ.
അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. 8000 രൂപ. 8500 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ തട്ടിക്കളയല്ല അല്ലാ. ബദറുൽ ഹുദാ യാസീൻ നബി ഖറജ എന്നേരം വളകൊടിമോ ഡണ്ണും കെട്ടിടയതിലുണ്ട് അബിയല് വർണ്ണമതാ പിണ്ടോ അസുവതുമാമേ സതത കുടൈ കോൽ പൊങ്കും തിരുകരമാലുണ്ടാമൽ തദിന നബി തൻ തോളർ മിസ്വബിനീന്ദ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. 8500 രൂപ. 8500 1.5. മാഷാ അല്ലാഹ്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അങ്ങയെ കാണാത്ത കണ്ണന്തിനാ, അങ്ങയെ കേൾക്കാത്ത കാദം ദീനാ. ചൊല്ല് അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ്. ഖൽബിന്റെ മോഹവും പുണ്യനബി, ഖൽബിന്റെ ദാഹവും പുണ്യഹബീ. അല്ലാഹുവേ 10000 രൂപ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആയത്തുൽ കുർസി ഇഷ്ടപ്പെട്ടിവിടം ഏത് വീട്ടിലാ റബ്ബേ കൊണ്ടുവെക്കുന്നത്, ആ വീട്ടുകാർക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, കരയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തേണ്ടുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. അങ്ങനെ ഉള്ള സകലമായ നൊമ്പരങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 10000 രൂപ. 1.5 1.5 2.5 2.5. ഇനി ഇടയ്ക്ക് വെച്ചിരുന്ന് ഇപ്പൊ 2 ലേലത്തിൽ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ കൊടുത്തുപോയില്ല. ഇൻഷാ അല്ലാഹ് 10000 രൂപ 3 തരം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതാരാ വിളിച്ചെടുത്തേ? ആരാ വിളിച്ചെടുത്തേ? ഉമ്മമാരാ? ആ വിളിച്ചെടുത്ത ഉമ്മാന്റെ പേരെന്താ? പറഞ്ഞോളി, എന്തിനാ പേടിക്കുന്നത്? മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഏതായാലും നല്ല മനോഹരമായി ഇത് എഴുതിയിട്ടുണ്ട്. എഴുതിയതാരാണോ അല്ലാഹു നമുക്ക് നല്ല ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. കയ്യിൽ നല്ല ആരോഗ്യം അല്ലാഹു തആല കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് എഴുതിയ ആ മോളോട് തന്നെ പറയാണ്, മോളാണോ നാത്താണോ ആരെങ്കിലും? തൗഫീഖ മോളെന്നല്ല. ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ തുടങ്ങണം. ഏത്? സൂറത്തുൽ ഖുറൈശ് പള്ളിയുടെ നമ്മുടെ ഉദ്ഘാടനത്തിന് വരണം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഖുറൈശ് ഇത് എഴുതി ഇവിടെ കൊടുക്കണം. അത് നമുക്ക് വിളിക്കണം ഇൻഷാ അല്ലാഹ്. അതിനൊരു ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. അജരെ ആ സ്വർണം കിട്ടിയതെന്നാണ് അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിളിക്കാം. ഇൻഷാ അല്ലാഹ് അത് മാത്രം പെട്ടെന്ന് തരി. ഉണ്ട് ഇൻഷാ അല്ലാഹ്. ലേലം പിടിച്ചിട്ടേ പോകുള്ളൂ ഇവിടുന്ന്. ഇൻഷാ അല്ലാഹ് അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമുക്ക് എന്താക്കാം വിളിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. വാപ്പമാരെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ലൊരു സ്വർണ്ണമോതിരം. ഉലൂ തക്ബീർ. ഇന്നലെ പറഞ്ഞപ്പോ ആവേശത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്നവരെ ഇത്രയും നേരം നിങ്ങൾ ഇരുന്നില്ലേ വാപ്പമാരെ? ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു സ്വർണ്ണമോതിരം സംഭാവന ചെയ്തുകൊണ്ട് മരിച്ചുപോയ വാപ്പക്കും സ്വർഗം ലഭിക്കാനും ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടിയും ഈമാനോടുകൂടിയുള്ള മരണപ്പെടാൻ വേണ്ടിയിട്ടും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടിയിട്ടും
ഇൻഷാ അല്ലാ ദുആരക്കാൻ വേണ്ടി. മാഷാ അല്ലാ, ഈ സമയത്ത് ഇതുപോലത്തേക്ക് ഒരു മോതിരം കിട്ടാന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു സന്തോഷല്ലേ, വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം സ്വർണത്തിന് തീതിന്നുന്ന വിലയാണ്. ഇതേതു പെങ്ങൾ കൊടുത്തു വിട്ടാലും പടച്ചോനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ തട്ടല്ല അല്ലാ, ഖായിബാക്കല്ല അല്ലാ, സങ്കടപ്പെടുത്തല്ല റബ്ബേ. വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവര് മകള് ചെയ്തിട്ടുള്ള ഹദിയ കൊണ്ട് ചിരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അടുത്തുള്ള ഖബർവാസിയോട് കണ്ടോ എന്റെ മകൾ എന്നെ ഓർത്തത് കണ്ടോ എന്ന് പറയുന്നവരിൽ പെടുത്തണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യമുള്ള സമയം തന്നെ ഹജ്ജ് ഉംറയും ചെയ്യാറ് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ വേണമെങ്കിൽ ഈ മജ്ലിസിൽ തന്നെ നാളത്തേക്ക് ഒരു ചെറിയൊരു പൊട്ടാണെങ്കിലും കൊടുത്തു വിടാൻ പറ്റും. ഒരിക്കലും നഷ്ടപ്പെടാനൊന്നുമില്ല. എൻ്റെ മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാനും ഒരു സ്വർണ്ണ പതക്കം അൽഹംദുലില്ലാ. ഈ സമയത്തൊക്കെ ഇത് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു അമൂല്യമാണ്. നോക്ക് മാഷാ അല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. വിട പറഞ്ഞു പോയവരുടെ ഖബറിടത്തിലേക്കാണ് സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. മാഷാ അല്ലാഹ്, വീണ്ടും ഒരു സ്വർണ്ണ മോതിരം. ഖുലൂ തക്ബീർ, ഉറക്കെ പറയൂ ഖുലൂ തക്ബീർ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവേ പടച്ച റബ്ബേ, പാവങ്ങളാണ് എന്നാലും ഈ സ്വർണ്ണ മോതിരം ഇവിടെ കൊടുത്തു വിട്ടല്ല റബ്ബേ. അവർക്ക് സ്വർഗീയ സ്വർണ്ണാഭരണങ്ങൾ അണിയാ ആ പെങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സ്വർണ്ണ പതക്കമണിയാണ് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. സ്വർണ്ണമോതിരമണിയാണ് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഇത് അല്ലാ ആ പെങ്ങൾ ഏതൊരാഗ്രഹമാണോ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് നീ തട്ടിക്കളയല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. മാഷാ അല്ലാഹ്, ഒരു കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന ഒരു സ്വർണ്ണ മോതിരാണ്. ഇന്നൊരു കുട്ടിക്ക് എങ്ങനെ റബ്ബേ എന്റെ കുട്ടിക്കൊരു മോതിരം ഇടുന്ന എന്ന് സങ്കടപ്പെടുന്ന കാലഘട്ടത്തിൽ ഇതാരാണ് അവിടെ കൊടുത്തു വിട്ടത്? പടച്ചവനെ, ഏത് കുട്ടിയെ മനസ്സിൽ കരുതിയിട്ടാണ് മേടിച്ചിട്ടുള്ളതെങ്കിലും കരുണക്കടലേ ഇതിന് പകരം ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, സന്തോഷം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ സ്വർണത്തിന് പകരം സ്വർഗീയ സ്വർണാഭരണം കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, വേദനകളോ വിഷമങ്ങളോ കൊടുക്കല്ലേ റബ്ബേ. ദുഃഖത്തിന്റെ വഴികള് നീ തുറന്ന് അല്ലാഹുവേ തുറന്നു കൊടുക്കല്ല അല്ലാ. സമാധാനത്തിന്റെ വഴികള് നീ തുറന്നു കൊടുക്കണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ. ഇൻഷാ അല്ലാഹ് ഇത് വിളിച്ചെടുത്ത് സഹോദരി ഭർത്താവിനല്ല. മാഷാ അല്ലാഹ്, അത് അവരുടെ ഭർത്താവിന് ഹജ്ജിന് കൊടുത്തിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹു കിട്ടിയ യാത്ര നല്ല രീതിക്ക് പോയി വരാൻ. മാഷാ അല്ലാഹ്, അല്ലാഹു പോയി വരാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. ആമീൻ പറയും. അല്ലാഹ് തൗഫീഖ് കൊടുക്കട്ടെ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. ആ പെങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ വീണ്ടും തണ്ട് അല്ലാഹുവേ സ്വർണത്തിന്റെ രണ്ട് എന്തിന്റെ പേര് മണികൾ അൽഹംദുലില്ലാഹ്. പടച്ച റബ്ബേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ ഇത് ഏതൊക്കെ പെങ്ങന്മാര് നിറഞ്ഞ മനസ്സോടെ ഇന്നലെയും ഇന്നുമായി സ്വർണവും വെള്ളിയും കൊടുത്തവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉമ്മമാരെ, നാളെ കൂടെ നമുക്കൊരു അവസരമുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് പറയാം ഇവിടുത്തെ ഉമ്മമാര് തന്നപ്പോ ഞാൻ റബ്ബേ പറഞ്ഞു. അപ്പൊ ഇന്നാരപ്പ ലേലം വിളിക്കണാര
ആരാ വിളിക്കുന്നത്? മാഷ വിളിക്കണേ. വരി. ഇന്നിപ്പോ നിങ്ങൾ എന്നെ പ്രസിഡന്റ് തന്നെ ഏറ്റെടുത്ത്. അല്ലാഹു തആല ഖബൂല. വാ ഒരാളും കൂടെ വാ. ഇത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഏതാണ്? അതെന്താ അവിടെ ചെക്ക് എങ്ങനെ? മരണപ്പെട്ടുപോയ ഉമ്മാക്കും മകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ദുആ ചെയ്യാൻ 30 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയുള്ള സംഭാവന 48,900. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അവര് ചെക്ക് ഇവിടെ കൊടുത്തു വിട്ടു റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. വല്ലാത്തൊരമലാണ് റബ്ബേ, സ്വർഗത്തിന്റെ അനുകൂലം നിറച്ചു കൊടുക്കണേ അല്ലാ. സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ മിഥില തവാബിനെ എത്തിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ആചാര്യ അതിപ്പോ ലേലം വിളിച്ചിട്ടേ അവസാനം അത് ഒരുമിച്ച് വായിച്ച് നമുക്ക് ദ്വാരക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇവിടെ നിന്നാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നമ്മുടെ സമാപനാണ്. നാളെ നിങ്ങൾ വരാതിരിക്കരുത് ഇൻഷാ അല്ലാഹ്. നാളെ നിങ്ങളോടൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സലാം പറയാമല്ലോ. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.